കോന്തുരുത്തിയിൽ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി ജോർജിന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നാണ് സൂചന. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു. മദ്യം തന്നെയാണ് ജോർജിനെ കുഴിയിൽ ചാടിച്ചത് എന്ന് വേണം പറയാൻ. ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന ജോർജിന് ഭാര്യയും 2 മക്കളുമുണ്ട്. മകൻ UK-യിലാണ്, മകൾ പാലായിലാണ് താമസിക്കുന്നത്. സംഭവ സമയത്ത് ജോർജ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭാര്യ മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിൽ പോയിരുന്നു. ഭാര്യയെ മകളുടെ വീട്ടിലാക്കിയത് ജോർജായിരുന്നു. കഴിഞ്ഞ ദിവസം മകളുടെ വീട്ടിൽ പിറന്നാളാഘോഷം കഴിഞ്ഞ് ജോർജ് മാത്രമാണ് കോന്തുരുത്തിയിലെ വീട്ടിലേക്ക് തിരികെ വന്നത്. വീട്ടിൽ ആരുമില്ലാത്ത അവസരം മുതലാക്കി എറണാകുളം സൗത്തിൽ നിന്ന് ലൈംഗിക തൊഴിലാളിയെയും കൂട്ടി ജോർജ് വീട്ടിലെത്തി. തുടർന്ന് ഈ സ്ത്രീയുമായി പണത്തെ ചൊല്ലി തർക്കമുണ്ടായി. തുടർന്ന് കമ്പിപ്പാര കൊണ്ട് സ്ത്രീയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ജോർജിന്റെ മൊഴി. ശനിയാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം പുറത്തറിയുന്നത്. മൃതദേഹം ചാക്കിലാക്കി ഓടയിൽ മറവു ചെയ്യാനായിരുന്നു ജോർജിന്റെ ശ്രമം. ചാക്കുകൾ സംഘടിപ്പിച്ച് മൃതദേഹം കെട്ടി വഴിയിലെത്തിച്ചെങ്കിലും മദ്യലഹരിയിലായിരുന്ന പ്രതി ഉറങ്ങിപ്പോയി. ഈ സമയത്താണ് ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും ജോർജിന്റെ വീടിന് മുന്നിലെ വഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ അർദ്ധനഗ്നമായ മൃതദേഹം കാണുന്നത്. പുലർച്ചെ വീട്ടുവളപ്പിൽ ഒരു പട്ടി ചത്തുകിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ജോർജ് അയൽവാസികളോട് ചാക്ക അന്വേഷിച്ചു നടന്നിരുന്നു. എന്നാൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ മിക്കവരും ഗൗനിച്ചില്ല. പിന്നീട് സമീപത്തെ ഒരു കടയിൽ നിന്നാണ് ജോർജ് ചാക്കുകൾ സംഘടിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തായി മദ്യലഹരിയിലുള്ള ജോർജും ഇരിക്കുന്നുണ്ടായിരുന്നു. ഹരിതകർമ്മ സേനാ അംഗങ്ങളാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഇവർ വാർഡ് കൗൺസിലറിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. മദ്യലഹരിയിലായിരുന്ന ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച സ്ത്രീയെ നാട്ടുകാർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മൃതദേഹത്തിൽ പരിക്കുണ്ടായിരുന്നതായും അർദ്ധനഗ്നമായ നിലയിലാണ് മൃതദേഹം കണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞു. ചാക്കിൽ കെട്ടിയ മൃതദേഹത്തിന് സമീപത്തായി മദ്യലഹരിയിൽ ജോർജും ഇരിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം മൃതദേഹം കണ്ട് താൻ ഭയന്നുപോയെന്നും കൊലപാതകത്തെക്കുറിച്ച് അറിയില്ലെന്നുമായിരുന്നു ജോർജിന്റെ മൊഴി. എന്നാൽ പോലീസ് കൂടുതൽ തെളിവുകൾ നിരത്തിയതോടെ ജോർജ് കുറ്റം സമ്മതിച്ചു. ജോർജിന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലായിരുന്നുവെന്ന് കൗൺസിലർ ബെൻസി ബെന്നി മാധ്യമങ്ങളോട് പറഞ്ഞു. ജോർജും കുടുംബവും വർഷങ്ങളായി കോന്തുരുത്തിയിൽ താമസക്കാരാണ്. അർദ്ധനഗ്നയായ സ്ത്രീയുടെ മൃതദേഹമാണ് സ്ഥലത്തെത്തിയ കൗൺസിലർ അടക്കമുള്ളവർ കണ്ടത്. തല ചാക്കുകൊണ്ട് മൂടിയിരുന്നു. വയറിന്റെ ഭാഗം വരെ മറച്ചിരുന്നു. അരയ്ക്ക് താഴേക്ക് നഗ്നമായിരുന്നു. അതിനടുത്ത് ജോർജ് ഇരിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ അബോധാവസ്ഥയിലായിരുന്ന ജോർജ് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ എന്ന് ചുറ്റും കൂടിയവരോട് ചോദിച്ചു. നാട്ടുകാർ ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. വീട് മെയിൻ റോഡിനോട് ചേർന്നായതുകൊണ്ട് റോഡിലൂടെ പോകുന്നവർക്ക് ഈ മൃതദേഹം കാണാൻ പറ്റുമായിരുന്നു. മൃതദേഹം റോഡിലെ ഓടയിൽ ഉപേക്ഷിക്കാനായിരുന്നു ജോർജിന്റെ പദ്ധതി. എന്നാൽ അമിതമായി മദ്യപിച്ചിരുന്നതുകൊണ്ട് പ്ലാൻ നടപ്പാക്കും മുമ്പേ ജോർജ് ഉറങ്ങിപ്പോയി.